അല്പസമയം നിങ്ങളോടൊത്ത് ചേർന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വേദഭാഗം. ക്രിസ്തീയ ചരിത്രത്തിന്റെ താളുകളിൽ തിരുവചനത്തിൽ ഏറെ അധ്യായങ്ങളെ രേഖപ്പെടുത്തുകയും ക്രിസ്തീയ വിശ്വാസത്തിന് പ്രാമാണികമാകുന്ന പാഠാവലികളെയും നിയമങ്ങളെയും പകർന്നു നൽകി പുറജാതികളുടെ വിജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 24, 25, 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 24, 25, 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ടും ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശ്രദ്ധിക്കണേ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ള ഓരോ മനുഷ്യനും ശിക്ഷാവിധിയില്ല. ഈ രാത്രികാലം പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹായുടെ ഈ വേദചിന്തയിലൂടെ അരിഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിപ്പാൻ തക്കവണ്ണം 3 വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് ഒരു തീർത്ഥയാത്ര ഈ രാത്രികാലം നമുക്ക് നടത്താം. പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹ ആദ്യം എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കരെങ്കിലും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റോമാലേഖനമാണ് ആദ്യം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് അത്തരത്തിൽ പൗലോസിന്റെ ആദ്യ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാകുമ്പോഴും റോമാലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, മനുഷ്യന്റെ ജീവിതത്തിൽ പടിപടിയായ ആത്മീയതയുടെ ചില പടവുകളെ ജീവിത വിശ്വാസത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ബൈബിൾ കോഡീകരിക്കപ്പെട്ട കാനോൻ ക്രമത്തിനനുരൂപമായിട്ട് കാനോനൈസ് ചെയ്ത് അങ്ങനെയാണ് റോമാലേഖനം ആദ്യമായി രേഖപ്പെടുത്തുന്നത്. പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹായുടെ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സർവകലാശാലകളായിരുന്ന നളന്ദ, തക്ഷശില പോലെ അന്ന് നിലനിന്നിരുന്ന പൗലോസിന്റെ കാലത്ത് നിലനിന്നിരുന്ന 3 സർവകലാശാലകളുണ്ട്. 1 അലക്സാണ്ട്രിയൻ സർവകലാശാല, 2 അന്ത്യോക്യൻ സർവകലാശാല, 3 തർസോസ് സർവകലാശാല. ഇതിൽ തർസോസ് എന്ന് പറയുന്ന സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടി ഉത്തമമാകുന്ന ശൃംഗജ്ഞാനത്തിന്റെ ഉത്തമ ശൃംഗത്തിലേക്ക് വികാസം പ്രാപിച്ചുകൊണ്ട് ബൗദ്ധികമാകുന്ന അറിവുകളെ പകർന്നു നൽകിയ ഒരു യഹൂദനായിരുന്നു. പ്രത്യേകിച്ച് ഗമാലിയേൽ എന്ന് പറയുന്ന പ്രതാപവാനാകുന്ന അധ്യാപകന്റെ കാൽക്കീഴിൽ പഠനം നടത്തിയ പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹ പൗലോസിന്റെ മധ്യകാലത്ത് രേഖപ്പെടുത്തിയ പുസ്തകമാണ്, എഴുതിയ പുസ്തകമാണ്, ലേഖനമാണ് റോമാലേഖനം. ഈ റോമാലേഖനത്തെ മൊത്തത്തിൽ ഇപ്രകാരം നമുക്ക് വിളിക്കുവാൻ സാധിക്കും: വിശ്വാസത്താലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിന്റെ മൊത്തത്തിലുള്ള തീമ. ഓരോ വചനപ്രഘോഷണവും അത് കേൾവിയുടെ മാത്രം അനുഭവമല്ല, മറിച്ച് പഠനവും മനനവും രൂപാന്തരവും ആകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെയുള്ള വേദഭാഗത്തെ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നീതീകരണത്തെ കുറിച്ച് അവിടെ പറയുന്നത്. രണ്ടാമതായി 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. 8-ാം അധ്യായം ഒരു പ്രത്യേക അധ്യായമായി ദ റൈറ്റ്സ് ഓഫ് സോൾ, ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ഒരു അധ്യായമായി ഇതിനെ രേഖപ്പെടുത്തുന്നു. തുടർന്ന് 9 മുതൽ 16 വരെയുള്ള വേദഭാഗം ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഈ 3 അനുഭവങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് 3 മനുഷ്യരിലൂടെ കടന്നു പോകുകയാണ്.
7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ഒന്നാമതായി നമ്മൾ അവിടെ കാണുന്ന മനുഷ്യൻ അരിഷ്ട മനുഷ്യൻ. പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഒന്നാമത്തെ മനുഷ്യൻ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് അരിഷ്ട മനുഷ്യനെയാണ്. പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനമായതുകൊണ്ട് റോമാക്കാർക്ക് മനസ്സിലാകുന്ന അനുഭവങ്ങളിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ തനിക്ക് ബാധ്യതയുള്ളത് കൊണ്ട് ഈ അരിഷ്ട മനുഷ്യനെ റോമാക്കാർക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത് പ്രത്യേക സന്ദർഭത്തിലാണ്. നമുക്കറിയാം, റോമയുടെ സംസ്കാരം ഒരു വലിയ സംസ്കാരമാണ്. യേശു തമ്പുരാന്റെ കാലത്ത് പോലും വളർന്ന് പന്തലിച്ചു കിടക്കുന്ന ഭൂപ്രദേശങ്ങളുള്ള റോമ സാമ്രാജ്യം, അത് സാമ്രാജ്യത്വത്തിന്റെ വലിയ ഉത്തുംഗമാകുന്ന ശൃംഖലത്തിൽ നിൽക്കുന്ന അനുഭവത്തിൽ നിന്നിരുന്ന ഒരു ദേശമാണ് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. ദ പാക്സ് ഓഫ് റോമ എന്ന് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കാറുണ്ട്. റോമ സാമ്രാജ്യത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് ശിക്ഷണ നടപടിയുണ്ട്. മനുഷ്യനെ ഒരുമിച്ച് കൂട്ടി പന്തം പോലെ കത്തിച്ചു കളയുന്ന ശിക്ഷണ നടപടി. ഒരു മനുഷ്യനെ അവന്റെ ഒരു കാലൊരു വലിയ മരത്തിന്റെ ശിഖരത്തിലും മറ്റേ കാല് ഇപ്പുറത്തെ വലിയ മരത്തിന്റെ ശിഖരത്തിലുമായി ഇങ്ങനെ പടയാളികൾ ശിഖരങ്ങൾ ചേർത്ത് പിടിച്ച് രണ്ട് കാലുകൾ രണ്ട് ശിഖരത്തിൽ കെട്ടി ഇങ്ങനെ ശിഖരം വിടർത്തിവിടുന്ന അനുഭവം, അവൻ നടുകീറായി മുറിഞ്ഞു പോകുന്ന അനുഭവമുള്ള ശിക്ഷാ നടപടി. ചാട്ടവാറുകൊണ്ട് റോമ പൗരൻ അല്ലാത്ത മനുഷ്യനെ അടിച്ച് ദണ്ഡിപ്പിക്കുകയും വറുതിയിലിടുകയും ചെയ്യുന്ന ശിക്ഷാവിധി. ആ കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് മറ്റു പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ് ഈ പൗലോസ്ലീഹ പറഞ്ഞു കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തുന്നത്. ആ ശിക്ഷാവിധി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്രകാരമാണ്: ഒരുവൻ കുറ്റം ചെയ്താൽ, പ്രത്യേക കാരണത്താലുള്ള കുറ്റം ചെയ്താൽ, അവന് ശിക്ഷാവിധി ഇപ്രകാരമാണ്: 4 ദിവസം പഴക്കമുള്ള ശവശരീരത്തോട് ചേർത്ത് കെട്ടി അവനെ വഴിയരികിൽ തള്ളും. അവന്റെ ശരീരം അടിച്ചു മുറിവേൽപ്പിച്ച് 4 ദിവസം പഴക്കമുള്ള ശവത്തോട് ചേർത്ത് കെട്ടി വഴിയരികിൽ തള്ളും. അവിടെ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയണം, ടെലേപ്പോറോസ്, ടെലേപ്പോറോസ്, ടെലേപ്പോറോസ്. പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ടെലേപ്പോറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ മലയാള അർത്ഥമാണ് അരിഷ്ട മനുഷ്യൻ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ എന്ന് വഴിയരികിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ നിലവിളിച്ച പറയണം. ഇവിടെയാണ് പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ അരിഷ്ടതയെ രേഖപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പാഠങ്ങളെ റോമാക്കാർക്ക് പകർന്നു നൽകുന്നത്. പാപത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ വ്യക്തമാക്കുകയാണ് അരിഷ്ടത എന്ന പദം കൊണ്ട്. 1 കൊരിന്ത്യർ 15:54 പ്രകാരം കാണുന്നുണ്ട്, മരണത്തിന്റെ വിഷമുള്ള പാപമെന്ന് രേഖപ്പെടുത്തുന്നു. എല്ലാ മതവും മനുഷ്യ ജീവിതത്തെ കെടുത്തുന്ന പാപത്തെ ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുന്നു. ഇതിൽ നിന്നുള്ള മോചനമാണ് ഓരോ മതവും നമ്മളോട് വെച്ചു നീട്ടുന്ന ആധ്യാത്മികതയുടെ തലങ്ങളും പാഠങ്ങളുമൊക്കെ. പാപമംഗലമായ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പാപത്തിന്റെ അനുഭവങ്ങളെ കണ്ടെത്തി അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാനുള്ള ഒരു മുന്നേറ്റമായി ഈ പെരുന്നാൾ നമുക്ക് മാറട്ടെ. ഏത് പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നോ ആ പെരുന്നാൾ കൊണ്ടാടുന്ന പരിശുദ്ധന്റെ ജീവിത വിശുദ്ധിയിലേക്ക് വളരുവാനാണ് സഭ നമ്മളെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് നൊയമ്പ് നമ്മുടെ ജീവിതത്തിലെ അരിഷ്ടതകളെ ഒന്നോർത്തെടുക്കുവാനുള്ള നിമിഷമാണ്. ബോധപൂർവം ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും വല്ലാതെ കണ്ട് വേദനപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടാറുണ്ട്. ബോധപൂർവം പലപ്പോഴും ആ ചോദ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഭൗതികതയുടെ അനുഭവങ്ങളിലേക്ക് ചേക്കേറാറുണ്ട്. ഈ നൊയമ്പ് നമുക്ക് ചില വെളിപാടുകളെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളായി തീരണം. ഓ റിച്ചർഡ് മാൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ രാത്രി അരിഷ്ടതകളെ കുറിച്ച് ചില വെളിപാടുകൾ ദൈവം നമ്മളോട് നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അരിഷ്ടതയുണ്ടോ എന്ന ചോദ്യം മനസ്സിനെ അലട്ടുമ്പോൾ, അരിഷ്ടതയ്ക്ക് മുമ്പിൽ ഈ രാത്രികാലം കർത്താവ് ആദ്യമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: നീ എവിടെ? ഒന്നാമത്തെ ചോദ്യം, നീ എവിടെ? Where are you? നീ എവിടെയാണ്? ഇത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമ മനുഷ്യൻ പാപം ചെയ്ത് മരത്തിന് മറവിൽ ഒളിച്ചിരിക്കുമ്പോൾ ആദത്തെ വിളിച്ചുകൊണ്ട് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്: അയ്യോ ആദമേ, നീ എവിടെ?
ദൈവത്തിന് ആദാം എവിടെയെന്നറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് ആദമിനെ ബോധ്യപ്പെടുത്തുകയാണ്. അവന്റെ കുറവുകളെ അവനായിരിക്കുന്നിടത്ത് ബോധ്യപ്പെടുത്തുകയാണ് ആ ചോദ്യത്തിലൂടെ. ഈ രാത്രികാലം തമ്പുരാൻ നമ്മളോടും ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ. നമ്മുടെ ഇടം നമ്മുടെ നിർവചനമാണ്. ഞാൻ എവിടെ ആയിരിക്കുന്നു അത് എന്റെ നിർവചനമാണ്. സെന്റ് ബെർണാഡ് എന്ന് പറയുന്ന വിശുദ്ധൻ തന്റെ സന്യാസി ആശ്രമത്തിൽ നിരന്തരമായി അദ്ദേഹത്തോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. ബെർണാഡ്, ബെർണാഡ്, വൈ ആർ യു ഹിയർ? ബെർണാഡേ, നീ എന്താണ് ഇവിടെ? നീ എന്തിനാണ് ഇവിടെ? ജീവിതത്തിൽ ഈ ചോദ്യം ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ തട്ടട്ടെ. നാം ആയിരിക്കുന്ന ഇടം ഏതാണ്? എന്റെ ഇടം കണ്ടെത്തുവാൻ കൃത്യമായി നമുക്ക് കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ അരിഷ്ടതകളെ ഒന്നാമതായി മാറ്റുവാൻ ഈ ചോദ്യം എനിക്ക് സഹായകമായി. മനഃശാസ്ത്രം ഇപ്രകാരം ഒരു പദം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പദം സൈക്കോജനിക് ഫ്യൂഗ് എന്നാണ്. അതൊരു രോഗമാണ്. സൈക്കോജനിക് ഫ്യൂഗ് എന്നതൊരു രോഗമാണ്. എന്താണ് ആ രോഗത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സ്വന്തം വ്യക്തിത്വം മറഞ്ഞ് എത്തേണ്ടാത്തടുത്ത് അലഞ്ഞു തിരിഞ്ഞ് വെറുതെ നടക്കുന്ന ഒരു മറവി രോഗത്തെ സൈക്കോളജി വിളിക്കുന്നതാണ് സൈക്കോജനിക് ഫ്യൂഗ് എന്ന പദം കൊണ്ട്. അതൊരു പാപമാണ്. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, പാപത്തിന്റെ ഗ്രീക്ക് പദമാണ് ഹമാർത്തിയ. ഹമാർത്തിയുടെ അർത്ഥം പരിശോധിക്കുമ്പോൾ അതിപ്രകാരം കാണാം, മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിപ്പോകുക. ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിപ്പോകുന്ന ചില അനുഭവങ്ങൾ നമ്മളിലുണ്ട്. ഈ തെറ്റായ അനുഭവത്തെ ഒന്ന് പരിശോധിക്കുവാൻ ഈ രാത്രിക്കാലം നമുക്ക് സാധിക്കട്ടെ. ഹമാർത്തിക്ക് മറ്റൊരു പദം കൂടെ കൊടുക്കുന്നുണ്ട്, അർത്ഥം കൊടുക്കുന്നുണ്ട്, ബീയിങ് ആബ്സെന്റ്. പ്രസന്റ് ആകേണ്ടടുത്ത് ആബ്സെന്റും, ആബ്സെന്റ് ആകേണ്ടടുത്ത് പ്രസന്റും ആകുന്ന അനുഭവത്തെ വിളിക്കുന്ന പേരുമാണ് ഈ ഹമാർത്തിയ എന്ന പദം അർത്ഥം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, യൂദായെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്ന ഇപ്രകാരമാണ്. സന്നദ്ധി സംഘത്തോട് യൂദാ ചേർന്ന് നിന്നപ്പോൾ തന്റെ ഗുരുവിനെ യൂദാ ഒറ്റയ്ക്ക് കൊടുത്തു. പത്രോസ് തീ കായുന്നവരോടൊപ്പം കൂടെ നിന്നപ്പോൾ തന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ഹവ്വ ആദമില്ലാത്ത അനുഭവത്തിൽ പാമ്പിന്റെ അടുത്തേക്ക് പോകുകയും ആദമിന്റെ വ്രതം മുറിയുകയും വിശ്വസ്തത നറ്റുകയും തെറ്റിപ്പോകുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകുന്നു. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ ശിംശോൻ എന്ന് പറയുന്ന ന്യായപാലനം ചെയ്യുവാൻ ആശീർവാദം ജീവിതാന്ത്യം വരെ ശമൂവേലിനെ പോലെ തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ശിംശോൻ. പക്ഷേ ദലീലയുടെ മടിയിലെ ഭൗമികതയുടെ ആത്മതാളങ്ങൾ അവന്റെ ജീവിതത്തെ കെടുത്തിക്കളയുക, അവന്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളയുക. അവിടെ പ്രത്യേകമായി ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് വേദപുസ്തകം, ദൈവം അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ചിലയിടങ്ങൾ ഇതുപോലെയാണ്. ചിലയിടങ്ങൾ അരുതാത്ത ചില ഇടങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ കൂടെ ഏൽപ്പിച്ചു തെറ്റിരിക്കുന്ന ചിലതിനെയൊക്കെ നാം തള്ളിക്കളയും. അരുതാത്തിടത്ത് ചിലയിടങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ വ്രതം തെറ്റുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. ജമാമൂരോസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്റെ സ്ക്രൂ ടൈപ്പ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ്, അരുതാത്തിടത്ത് നിൽക്കുമ്പോൾ അരുതാത്ത ചിലത് സംഭവിക്കും. ഈ രാത്രി നമ്മളോട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ചിലയിടങ്ങൾ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, ചിലയിടങ്ങൾ നാം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്ന സ്ഥാനങ്ങൾ, അവിടെ കുറവുകളുടെ ഇടമാണ്. ഭവനത്തിന്റെ അനുഭവങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ ജീവിത തലങ്ങളിൽ, മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധങ്ങളുടെ അനുഭവങ്ങളിൽ, സാമൂഹിക ഇടങ്ങളിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്റെ വിളിക്ക് വിരുദ്ധമായി ഞാൻ എവിടെങ്കിലും ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ഒരു വലിയ വിളിയാണ്. എന്തിന്റെ വിളിയെന്ന് ചോദിക്കുമ്പോൾ അത് വിശുദ്ധിക്കായുള്ള വിളിയാണ്, സാക്ഷ്യത്തിനായുള്ള വിളിയാണ്, ഉടമ്പടിക്കായുള്ള വിളിയാണ്. ഈ ഉടമ്പടിയും വിശുദ്ധിയും എവിടെങ്കിലുമൊക്കെ നമ്മുടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏറെ പ്രശ്ന സങ്കീർണമാകുന്നൊരു സാഹചര്യത്തിൽ 2.5 വയസ്സുള്ള ഒരു കൊച്ചുമക്കളും ഒരു മകളും 1 വയസ്സുള്ള ഒരു കൊച്ചുമകനുമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇനി വേറെ യാതൊരു വഴിയുമില്ല തന്റെ ജീവിതത്തിൽ, ആത്മഹൂതി അല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യക്കായി ഒരുങ്ങി ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
പ്രധാന വാതിലിന്റെ പടികളിൽ അവൻ ചവിട്ടി ഇറങ്ങുമ്പോൾ അവൻ അറിയാതെ അവന്റെ കാലിലൊരു പിൻവലി. അവൻ വല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ നിഷ്കളങ്കമായ കണ്ണുകൾ കൊണ്ട് 2.5 വയസ്സുള്ള തന്റെ പെങ്കുച്ചിങ്ങനെ അവന്റെ കാലിലിങ്ങനെ പിടിച്ചേക്കുക. അപ്പ ഞാനില്ലാതെ നീ എവിടെയാണ് എന്നുള്ള ചോദ്യം പോലെ അവന്റെ കണ്ണുകളിൽ ഒരു വലിയ വെളിച്ചം ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ നിന്ന് അവന് കാണുവാൻ കൊണ്ടും സാധിക്കുന്നു. ഇതുപോലെ ചില പിൻവിളികൾ നമ്മളെ വിളിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് ഒരു പിൻവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ മനുഷ്യൻ തന്റെ ജീവിതത്തിലേക്ക്, സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ചില വിളികൾ നമ്മുടെ മുന്നിലുമുണ്ട്. നാം ഇല്ലെങ്കിൽ, നമ്മളെ ആശ്രയിച്ചിരിക്കുന്നത്, നമ്മളില്ലാതെ പോകുന്ന സാഹചര്യങ്ങൾ, നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, ഇതുപോലെ ചില തിളക്കത്തിന്റെ കണ്ണുകൾ നമ്മളെ വിളിക്കുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളുക പ്രിയപ്പെട്ടവരെ. ആ ധൂർത്തപുത്രന്റെ സുബോധം ഈ രാത്രികാലം നമ്മളെ മടക്കി നടത്തട്ടെ. ആ വിളി, ആ സുബോധം മറ്റൊന്നുമല്ല, a joyful home coming with a merciful father. സ്നേഹനിധിയായ ഒരു പിതാവിന്റെ സന്നദ്ധിയിലെ തിരിച്ചണയുവാനുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ ഭവനമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ആ സുബോധം ഈ നൊയമ്പ് കാലം നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇന്ന് വരെ ആയിരുന്ന ഇടം തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ തിരികെ നടക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി തമ്പുരാൻ ചോദിച്ചത്, നീ എവിടെയാണ്? അരിഷ്ടതയുടെ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തെടുക്കാം, ഞാൻ ആയിരിക്കുന്ന ഇടം എവിടെ? ഈ 3 നൊയമ്പും തുടർന്നുള്ള വലിയ നൊയമ്പിന്റെ അനുഭവത്തിലൂടെ ഒരു മടക്കയാത്രയ്ക്ക് തയ്യാറാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ ചില ശീലങ്ങളായി പോയ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളാണ് പലപ്പോഴും സ്വഭാവങ്ങളായി തീരുന്നത്. ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ വൈദ്യശാസ്ത്രം കൃത്യമായി 21 ദിവസത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. നമ്മുടെ നൊയമ്പ് അതിലും നീണ്ടതാണല്ലോ. ഒരു പിന്മടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തിരിച്ചു നടക്കാം നമ്മുടെ ഇടങ്ങളിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, കൂടിച്ചേരലുകളിലേക്ക്. രണ്ടാമതായി അരിഷ്ടതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യത്തിലും 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലും ഇപ്രകാരം കാണുന്നുണ്ട്, വാട്ട് ഈസ് ദിസ് ദാറ്റ് യു ഹാവ് ഡൺ? നീ എന്താണ് ചെയ്യുന്നത്? ഹവ്വയോടും കായീനോടും ദൈവം തമ്പുരാൻ ചോദിച്ച ചോദ്യമാണ്. ചരിത്രത്തിന്റെ താളുകളിൽ 2 കാര്യങ്ങൾ മനുഷ്യൻ ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയി. 1 ചീത്തയായത് ചെയ്ത്, അരുതാത്തത് ചെയ്തു. 2 നല്ലതിനെ ഇല്ലായ്മ ചെയ്തു. ഹവ്വയോട് ആവശ്യപ്പെട്ടു, ആദിമ പിതാക്കന്മാരോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്. പക്ഷേ എങ്കിൽ ചീത്തയായത് ഹവ്വയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഏദനിലെ വ്രതവും നൊയമ്പും അവിടെ മുറിയുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും അരുതാത്തത് ചിലത് ചെയ്യുമ്പോൾ, അരുതെന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ ജീവിതത്തിലെ ചില വ്രതങ്ങൾ മുറിക്കപ്പെടും. എവിടെങ്കിലും ജീവിതത്തിൽ എടുത്ത ചില വ്രതങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ ദൈവമേ ഞാൻ ഈ ചെയ്തത് എന്ത് എന്ന് ചിന്തിപ്പാൻ ഈ രാത്രികാലം നമ്മുടെ മനസ്സിനെ ഉണർത്തുക. അരുതാത്തത് ചെയ്യുമ്പോൾ നല്ലത് നശിക്കും. ഹാബേൽ എന്ന് പറയുന്ന വിശുദ്ധിയുടെ അനുഭവത്തെ കായീൻ കൊന്നൊടുക്കി. അതുകൊണ്ട് മനുഷ്യരാശിയിൽ കായേൻ എന്ന് പറയുന്ന ചീത്ത സംസ്കാരം മനുഷ്യരാശിയിലേക്ക് പാപത്തിന്റെ സംസ്കാരം നുഴഞ്ഞുകയറി. കായീന്റെ നന്മ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ അരുതാത്തത് ചെയ്യുമ്പോൾ ചില നല്ലത് നശിക്കപ്പെടും. എന്നെ കേൾക്കുന്ന മാതൃസമൂഹം എന്നെ തെറ്റിദ്ധരിക്കരുത്, വേദന ഉണ്ടാകുകയും ചെയ്യരുത്. ഒരു കൗൺസിലിംഗിന്റെ പ്രത്യേക ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പുത്തൻ തലമുറയിലെ യൗവനക്കാരികളുടെ ജീവിതത്തിൽ ചില കുറവുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി ചില കൗൺസിലിംഗിന് വരുമ്പോൾ ഏറെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്. ആ ഡേറ്റ കൗൺസിൽ കിട്ടിയത്, അമ്മേ നിങ്ങളുടെ വഴി ശരിയായിരുന്നു, അമ്മേ നിങ്ങളുടെ ജീവിത വഴി
വിശുദ്ധമായിരുന്നു. പുത്തൻ തലമുറയിലെ പെൺമക്കൾ തങ്ങളുടെ അമ്മമാരെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലമുറകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ തലമുറകൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ തലമുറകൾ ഇതുപോലെ നമുക്ക് മുമ്പിൽ കൈ ചൂണ്ടുമ്പോൾ വിറങ്ങലിച്ചു പോകുന്ന ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് പലപ്പോഴും ജീവിതം ക്രമമല്ലാതെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ, അൺകൺട്രോളബിൾ ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ആഗ്രഹങ്ങളാണ് തിന്മകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. പരിശുദ്ധമാകുന്ന നൊയമ്പിന്റെ അനുഭവത്തിൽ ചില ആഗ്രഹങ്ങൾ തീവ്രമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തമ്പുരാൻ ഇപ്രകാരം തന്റെ നൊയമ്പിന്റെ അവസാന ദിവസത്തിൽ വിശപ്പിന്റെ ഏറെ തീവ്രതയിൽ നിൽക്കുമ്പോൾ പിശാച് വന്ന് ചോദിക്കുന്നു, എന്ത് ഈ കല്ല് അപ്പമാക്കിക്കൂടെ? തമ്പുരാൻ പറയുന്ന ഉത്തരം ഇപ്രകാരമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. പ്രിയമുള്ളവരെ, ചിലതൊക്കെ അടക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ നിൽക്കുമ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തെ തട്ടണം. ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ, പരാജയങ്ങൾക്ക് മുമ്പിൽ, ചില ഇച്ഛകൾക്ക് മുമ്പിൽ ദൈവവചനത്തിന് വില കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ. ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാനാണ് മനുഷ്യർ എപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഗ്രീക്കിൽ പിതാക്കന്മാർ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, എപ്പിത്തൂമ. എപ്പിത്തൂമയുടെ അർത്ഥം ഇപ്രകാരമാണ്, the sinful desire of the heart. ഹൃദയത്തിലെ തിന്മയുടെ വാഞ്ചയാണ് എപ്പിത്തൂമ എന്ന് അവർ വിളിക്കുന്നത്. ഇത് ക്ലമന്റ് ഓഫ് അലക്സാണ്ട്രിയ എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരം എപ്പിത്തൂമയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എപ്പിത്തൂമ is a passionate desire of the heart for the forbidden pleasure. നിരോധിക്കപ്പെട്ട ചില ആനന്ദങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ മനസ്സിന്റെ ഡിസയറിനെ, ആഗ്രഹത്തെ വിളിക്കുന്ന പേരാണ് എപ്പിത്തൂമ. മനുഷ്യ ജീവിതത്തിൽ അരുതാത്തത് ചെയ്തു പോകുന്നത്, ചിലത് ചെയ്ത് നല്ലത് നശിക്കപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അരുതാത്തത് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, എന്റെ ആസക്തികളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനെ മാറ്റുവാൻ ഈ നൊയമ്പിൽ നമുക്ക് അഭയപ്പെടാം. പാഷൻ എന്ന് പറയുന്ന പദത്തെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, a sin repeated frequently or much time is passion. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ അനുഭവത്തെ വിളിക്കുന്നതാണ് വികാരം, പാഷൻ. ജീവിതത്തിൽ എവിടെങ്കിലും ഒരു വട്ടം സംഭവിച്ചു പോയ കുറവുകൾ ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടും. ആവർത്തിച്ച് ചെയ്യുന്ന കുറവുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ നൊയമ്പിന്റെ അനുഭവങ്ങളിലുടനീളം പിതാക്കന്മാർ പ്രൊമിയോൻസതറകളിൽ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്, തമ്പുരാനെ ഞങ്ങളുടെ ബാല്യകാലത്ത്, യൗവനകാലത്ത് പാപങ്ങളെ നീ ഓർക്കരുതേ. പാപങ്ങളെ മൂലം ഞങ്ങളുടെ മേൽ വന്നു പോയിട്ടുള്ള രോഗങ്ങളെ നീ ഇവിടുന്ന് നീക്കണമേ. ഈ നൊയമ്പ് അതിനുള്ള അനുഭവമായി തീരട്ടെ. പാപത്തിലിരിക്കുന്ന മനുഷ്യനെ പലപ്പോഴും പാപത്തിന്റെ തീവ്രത തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. നമ്മളൊക്കെ കുളത്തിലിറങ്ങി മുങ്ങാൻ കൂടിയിട്ടിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്. ഒരു കുളത്തിലിറങ്ങി നമ്മൾ മുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മുകളിലാണ് ഈ കുളത്തിലെ ബാക്കി മുഴുവൻ വെള്ളവും. പക്ഷേ നമുക്ക് ഭാരം തോന്നും ഇല്ല. പക്ഷേ എങ്കിൽ ആ കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറി ആ കുളത്തിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം കോരി കൈ പിടിക്കുമ്പോൾ നമുക്കറിയാം ഈ 2 ബക്കറ്റ് വെള്ളത്തിന്റെ ഭാരം എന്താണെന്ന്. ജീവിതത്തിൽ ഇതുപോലെയാണ്. ചില പാപങ്ങളുടെ അനുഭവങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ ചിലത് തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം അതിന്റെ തീവ്രത നമുക്കറിയുവാൻ സാധിക്കത്തില്ല. പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്, ദുർനടപ്പ് വിട്ടോടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നു.
ശരീരവും ജീവിതവും ഒക്കെ വിശുദ്ധിയുടെ തലങ്ങളിൽ കാപ്പാൻ ദൈവം തമ്പുരാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ ആസക്തികൾക്ക് പിന്നാലെ തന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ ചിലതൊക്കെ നശിക്കപ്പെടും. എനിക്കേറെ പരിചയമുള്ള വെറും 48 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ശരീരത്തെ വിപണനത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള സ്ത്രീയെ അടുത്ത കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ആശുപത്രി കിടക്കയിൽ ഐസിയുവിൽ കാണുവാൻ തക്കവണ്ണം പോയി. അവരുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അവരുടെ കയ്യിലൊരു കൊന്തമാലയും ആ ഐസിയുവിനുള്ളിൽ അവരുടെ സൈഡിൽ ഒരു വചനോത്സവത്തിന്റെ പുസ്തകവും ഇരിപ്പുണ്ട്. ഞാൻ ചെന്നു സംസാരിച്ചു, പ്രാർത്ഥിച്ച് തിരികെ പോരാനൊരുങ്ങുമ്പോൾ ഈ സ്ത്രീ എന്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാചകം ഇന്നും എന്റെ കർണങ്ങളിൽ ഇങ്ങനെ തീ പോലെ ആഴ്ന്ന കേൾക്കുന്നുണ്ട്. മറ്റൊന്നുമല്ലവര് പറഞ്ഞത്, അച്ഛാ, ഞാൻ ഇന്ന് വരെ എന്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്തു പോയ, എന്റെ ശരീരം കൊണ്ട് ഞാൻ സുഖിച്ച സർവ്വ അനുഭവങ്ങൾക്കും അപ്പുറം ഈ 2 ആഴ്ച കാലം കൊണ്ട് ഈ ഐസിയുണ്ട് കിടന്ന് ഞാൻ വേദന കൊണ്ട് നരകിക്കുന്നു. ആർക്കും അതുണ്ടാകുവാൻ ഇടയാകരുതേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങളും പാപം മൂലമാകണമെന്നില്ല. പക്ഷേ ചില രോഗങ്ങൾ പാപം മൂലം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തളർവാദ രോഗിയെ 4 കൂട്ടുകാർ ചേർന്ന് തമ്പുരാന്റെ മുമ്പിലേക്ക് പക്ഷവാതക്കാരനെ ഇറക്കി വെക്കുമ്പോൾ തമ്പുരാൻ അവനോട് വിളിച്ചു പറയുകയാണ്, മകനെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നിന്റെ കിടക്കെടുത്ത് നടന്നുകൊള്ളുക. എല്ലാ രോഗവും പാപം മൂലമാണെന്ന് പറയില്ല. ചിലതൊക്കെ പാപം മൂലം വന്നുകൂടുവാൻ സാധ്യതയുണ്ട്. അരുതാത്തത് ചെയ്യുമ്പോൾ നല്ലത് എവിടെയോ നഷ്ടപ്പെടും. ദൈവശാസ്ത്രം, ഈ വൈദ്യശാസ്ത്രം പാർട്ട് ഓഫ് ബ്രെയിനെ, നമ്മുടെ തലച്ചോറിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പ്രകാരം പറയുന്നുണ്ട്. പാർട്ട് ഓഫ് ബ്രെയിൻ അസോസിയേറ്റഡ് വിത്ത് ദ വിൽ പവർ വിച്ച് ബിക്കംസ് വീക്കൻഡ് ബൈ ആൽക്കഹോൾ, നിക്കോട്ടിൻ ആൻഡ് പാഷൻ. നമ്മുടെ തലച്ചോറ് ചേർത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വിൽ പവറിനോട് ചേർന്നാണ്, ഇച്ഛാശക്തിയോട് ചേർന്ന. പക്ഷെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോവും. ഈ ആൽക്കഹോളിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, നിക്കോട്ടിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, പിതാക്കന്മാർ പഠിപ്പിച്ച സിൻഫുൾ ഡിസയർ ആകുന്ന പാഷന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചിലയിടങ്ങളിൽ നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ജഡസംബന്ധമാകുന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ രാത്രികാലം നമ്മുടെ വഴി, നമ്മൾ ചെയ്യുന്നത് ശരിയോ എന്ന് ചിന്തിക്കാം. മൂന്നാമതായി, അരിഷ്ടതയ്ക്ക് ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, എവിടെ നിന്റെ സഹോദരൻ? Where is your brother? നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ കായീൻ ഹാബേലിനെ കൊന്ന മറിച്ചു കളയുന്ന അനുഭവത്തിൽ തമ്പുരാൻ അവനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? നൊയമ്പ് നമ്മളെ അലട്ടേണ്ടുന്നത്, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടുന്നത് നമ്മുടെ സഹോദരൻ എവിടെയെന്ന ചിന്തയാകട്ടെ. നൊയമ്പ് നമ്മുടെ സഹോദരങ്ങളെ തേടലാണ് പ്രിയപ്പെട്ടവരെ. മിസ്രൈമിൽ യോസേഫിന്റെ നൊയമ്പ് തന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലെ വിശപ്പിനെ അടക്കുവാൻ തക്കവണ്ണം മതിയാവുകയായിരുന്നു. തന്റെ സഹോദരങ്ങൾ യോസേഫിനെ പൊട്ടക്കിണറ്റിലിടുന്നുണ്ട്, മിസ്രൈമ്യർക്ക് അടിമയായി വിൽക്കുന്നുണ്ട്. ഈ അടിമച്ചുറക്കന് എന്ത് സൗഭാഗ്യത്തിന്റെ അനുഭവം! ജീവിതത്തിൽ തന്റെ പിതാവിനോടൊപ്പം സന്തോഷത്തോടും ആനന്ദത്തോടും സമൃദ്ധിയോടും ആഹ്ലാദിക്കേണ്ടുന്ന തന്റെ കൗമാരവും യൗവനവും ഒക്കെ അടിമത്തത്തിന്റെ അനുഭവങ്ങളിൽ പട്ടിണിയുടെ നൊയമ്പാചരിച്ച യോസഫ്, പക്ഷേ പ്രതാപത്തിന്റെ അനുഭവങ്ങളിൽ തന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലെ വിശപ്പടക്കുവാനുള്ള അനുഭവമായി, അപ്പമായി യോസഫ് മാറുകയാണ്. ജീവിതത്തിൽ ഇതാണ് നൊയമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യം. നൊയമ്പ് ശീലിച്ച പ്രതാപവാനായ യോസഫ് തന്റെ സഹോദരങ്ങളുടെ വിശപ്പിനെ അടച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി നടത്തിയവരുണ്ട്, ജീവിതത്തിൽ കൂടെ നിന്നവരുണ്ട്, ഇന്നിന്റെ സൗഭാഗ്യങ്ങളെ നമുക്ക് പകർന്നു നൽകിയവരുണ്ട്. എവിടെങ്കിലുമൊക്കെ ചില കുറവുകൾ മൂലം, എവിടെങ്കിലുമൊക്കെ ഒരുപക്ഷെ അവന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വഴിപിഴച്ചു പോയതുകൊണ്ട് അവൻ എന്റെ സഹോദരനല്ലെന്ന് പറയുന്ന ഒരു വലിയ തലമുറ നമുക്ക് മുമ്പിൽ എവിടെയൊക്കെയോ ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഈ നൊയമ്പ് നമ്മുടെ സഹോദരങ്ങളെ തേടേണ്ടുന്ന അനുഭവമാണ്. പഴയ കാലത്ത് ആദ്യമേ നമ്മൾ ഭക്ഷണം വിളമ്പുന്നത്
നമ്മുടെ വല്യപ്പച്ചന. അപ്പച്ചനിങ്ങനെ അപ്പന് വിളമ്പും, അപ്പനിങ്ങനെ പകുക്കും, കുഞ്ഞുങ്ങൾക്കും ഒക്കെ വിളമ്പും. ഒരു പക്ഷേ ഈ അപ്പൻ പകുത്ത് ഇല്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ അത്ര കണ്ടൊന്നും പറയുവാൻ ഞാൻ പര്യാപ്തനല്ല എങ്കിലും ചില ഓർമ്മകളുടെയും കഥകളുടെയും അനുഭവങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മയുടെ കാലത്ത് ഈ അപ്പൻ ഓരോ ഉരുള ഉരുട്ടി ഈ മക്കളുടെ വായിലും വെച്ചു കൊടുക്കും. അവസാനം ഈ അപ്പൻ അതിന്റെ പകുതി മാറ്റിവെക്കും. ഒരു മീനുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം കഴിക്കും, മറുഭാഗം കഴിക്കാതെ വെച്ചേക്കും. എന്തിനാ? അപ്പനറിയാം ഈ അടുക്കളയിൽ ഇനി ആ കലത്തിൽ ഒരണി അരി പോലും അവക്കില്ല, എന്റെ പിള്ളാരുടെ മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന. അപ്പനും പിള്ളാരും പോയി കൈയിടുമ്പോൾ അമ്മച്ചി സന്തോഷത്തോടെ ചെല്ലും, അതെടുത്ത് കഴിക്കും, ആനന്ദത്തോടത് കഴിക്കും. പ്രിയപ്പെട്ടവർ, ഇന്നങ്ങനെ മാറ്റിവെച്ചാൽ ഇയാൾ ഇച്ചിരി കഴിക്കാനല്ല, സമ്പത്ത് തന്നെ ഇവിടെ കെട്ടിച്ചെന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളുടെ പുത്തൻ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില തീവ്രമാകുന്ന സ്നേഹത്തിന്റെ അനുഭവങ്ങളുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ. സ്നേഹം പകർന്നു നൽകേണ്ടതാണ് ജീവിതത്തിൽ. അന്ന് ഇല്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ സഹോദരങ്ങളോടൊപ്പം ഒരു ഇച്ചിരി ചമ്മന്തിയോ മുളകോ ഒക്കെ ഉടച്ചു തിന്ന ആ കഞ്ഞിയുടെ ഒക്കെ രുചി ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ നടന്നു കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡിൽ ഷവായിലോ ഷവർമയിലോ ടിക്കയിലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തലമുറകൾക്ക് ആ പഴയ കാലത്തിന്റെ സ്നേഹബന്ധങ്ങളെ പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. പ്രായമേറെ ആയിട്ടും എന്താ സഹോദര നീ വിവാഹം കഴിക്കാത്തെന്ന് ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കേണ്ടി വന്നപ്പോൾ അവൻ തിരിച്ചെന്നോട് പറഞ്ഞൊരു മറുപടി വല്ലാതെ എന്നെ ആകർഷിക്കുകയുണ്ടായി. നീ എന്താ വിവാഹം കഴിക്കാന്ന് ഇത്ര നാളായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇപ്രകാരം: അച്ഛാ, എന്നേക്കാൾ അധികമായി എനിക്ക് സ്നേഹിക്കുവാൻ പറ്റിയ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടെത്തിയില്ല. എന്നേക്കാൾ അധികമായി എനിക്ക് സ്നേഹിക്കുവാൻ പറ്റിയ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടെത്തിയില്ല. ഏതാണ്ട് 48 വയസ്സവനായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. MD വാസുദേവൻ നായരുടെ ഒരു കഥാപാത്രം തന്റെ കാമുകനോട് അങ്ങ് ഒടുക്കം പറയുന്നൊരു പറച്ചിലുണ്ട്. ഹൃദയം പൊട്ടിയിട്ട് നൊമ്പരത്തോടെ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിൽ അവൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരൊറ്റയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഒരൊറ്റയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നീ നിന്നെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആ കഥാപാത്രം നമുക്കേറെ പരിചിതമാണ്. ഒരു പക്ഷേ ആ MDയുടെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക്. ജീവിതത്തിൽ സെൽഫ് ലവും കണ്ടീഷൻ ലവും ജീവിതത്തിൽ നിന്ന് മാറേണ്ടുന്ന അനുഭവമാണ്. ഈ നൊയമ്പ് കാലഘട്ടം സഹോദരങ്ങളെ തേടുവാൻ എന്റെ മനസ്സ് വെമ്പുന്നുവെങ്കിൽ സെൽഫ് ലവും കണ്ടീഷൻ ലവും മാറണം. ഭാരത സംസ്കാരത്തിലെ പുരാണങ്ങളിൽ ഛായാമുഖി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു കണ്ണാടിയുണ്ട്. ഛായാമുഖി. ഈ അടുത്ത സമയത്ത് ഓമാധവന്റെ മകനാകുന്ന MLA മുകേഷും സംഘവും ഒക്കെ ചേർന്ന് ഛായാമുഖി എന്ന ഒരു നാടകം ക്രമീകരിക്കുകയുണ്ടായി. ഛായാമുഖി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഈ കണ്ണാടിയുടെ ഒരു പ്രത്യേകത ഇപ്രകാരമാണ്: ഏതൊരു മനുഷ്യൻ അതിൽ നോക്കുന്നു, ആ മനുഷ്യന്റെ മുഖമായിരിക്കത്തില്ല അതിൽ വരുന്നത്, മറിച്ച് ആ മനുഷ്യൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖമായിരിക്കും ഈ ഛായാമുഖിയിൽ വരുന്നത്. ഭീമസേനോട് ഹിഡുംബിരാശിക്ക് പ്രണയം തോന്നിയിട്ട് വനവാസത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഭീമസേനന് ഹിഡുംബിരാശി കൊടുക്കുന്ന കണ്ണാടിയാണ് ഛായാമുഖി. പലപ്പോഴും നമ്മുടെ മനസ്സിൽ, ദൈവമേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ളവരുടെ മനസ്സറിയാമായിരുന്നല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഛായാമുഖിയുടെ കഥയിപ്രകാരമാണ്. ഭീമസേനൻ ഇത് നോക്കുമ്പോൾ ഹിഡുംബിരാശി ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഈ കണ്ണാടിയിൽ ഭീമസേനൻ നോക്കുമ്പോൾ കാണുന്നത് പാഞ്ചാലിയുടെ മുഖമാണ്. ഭീമസേനൻ കൊണ്ടുവന്ന് പാഞ്ചാലിക്ക് കൊടുക്കും. പാഞ്ചാലി നോക്കുമ്പോൾ അതിൽ കാണുന്നത്, ഭീമസേനൻ ഒളിഞ്ഞു നോക്കുമ്പോൾ അതിൽ കാണുന്നത് അർജുനന്റെ മുഖമാണ്. അങ്ങനെ അർജുനന് കൊടുക്കും. അങ്ങനെ ഈ ഛായാമുഖി കണ്ണാടി മറിഞ്ഞ് അവസാനം നീചകനാകുന്ന ഒരു മനുഷ്യനാകുന്ന കീചകന്റെ കയ്യിൽ ഈ കണ്ണാടി എത്തും. കീചകൻ എടുത്ത് നോക്കുമ്പോൾ ഇതിലൊന്നും കാണുന്നില്ല, ബ്ലാങ്കാ. കാരണം സ്വയസ്നേഹിയായ കീചകൻ, ഭീമനാൽ വധിക്കപ്പെടുന്ന സ്വയസ്നേഹിയായ കീചകൻ ഈ കണ്ണാടി തല്ലിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളയുക. ഇത് നമ്മൾക്ക് പഠിപ്പിച്ചു നൽകുന്നത് സ്വന്തം സ്നേഹം ഇതുപോലെയാണ്. സ്വയസ്നേഹി ഇതുപോലത്തെ അനുഭവത്തില്
ഇന്നേറെ വെട്ടിപ്പിടിക്കുവാനും നേടിയെടുക്കുവാനും തലമുറകളെ പ്രാപ്തമാക്കുകയും പറഞ്ഞു നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ വിട്ടുകൊടുക്കുവാനോ താഴ്മപ്പെടുവാനോ വിനയപ്പെടുവാനോ നമ്മുടെ പഠന മേഖലകളോ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളോ അവരെ പ്രാപ്തരാക്കുന്നില്ല. ആർഷഭാരതത്തിന്റെ സംസ്കാരത്തിൽ, സനാതന ധർമ്മത്തിൽ, ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒരു ഗുരു ഒരു ശിഷ്യനെ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠനം തുടങ്ങിയിരുന്നത്. ഗുരു തന്റെ ശിഷ്യനെ പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അവർ ചൊല്ലിപ്പഠിച്ചതും അവർ ചൊല്ലിയതും ഇപ്രകാരമായിരുന്നു: ഓം സഹനാവവക്തു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവഹീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ദൈവമേ, ഞാനവന് പറഞ്ഞു കൊടുക്കുന്ന അറിവ് ഞങ്ങൾക്ക് നന്മയ്ക്ക് മുഖാന്തരമായി തീരണം. എനിക്കും അവനും ഇടയിൽ യാതൊരു വിധമാകുന്ന വിദ്വേഷങ്ങളും ഉണ്ടാകാതെ ഇത് ലോകത്തിന്റെ സുഖത്തിനും നന്മയ്ക്കുമായി ശാന്തിക്കുമായി തീരണമേ എന്ന് ആർഷഭാരത സംസ്കാരത്തിലെ ആ വലിയ സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ഭാരത സംസ്കാരത്തിൽ വെല്ലുവിളികളും സ്വയസ്നേഹങ്ങളും ഏറെ ഉയരുന്നൊരു കാലഘട്ടം. സ്വയസ്നേഹം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ സ്വയസ്നേഹിയാണെന്ന് വിളിക്കുന്നത്. ബർത്രോമ എന്ന് വിളിക്കാറുണ്ട്. നമുക്കറിയാം, ആശുപത്രിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ കരയുന്നതെന്ന് ചോദിച്ചാൽ, അത്രയും നാള് അവന് സുരക്ഷിതമായി കഴിയുവാനുണ്ടായിരുന്ന വാടക വീട് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവൻ കരയുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇന്ന് സെൽഫിയുടെ കാലഘട്ടം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലും നമ്മൾ ആദ്യം നോക്കുന്ന ആര്? നമ്മളെയല്ലേ നോക്കുന്നത്? നമ്മുടെ പോസ്, നമ്മുടെ ക്രമം. ഇന്ന് മനുഷ്യൻ ഈ തരത്തിലേക്ക് മാറുകയാണ്. ഇവിടെയാണ് തിരുവചനത്തിൽ ക്രിസ്തുവിനാൽ സാക്ഷിക്കപ്പെട്ടുകൊണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനിൽ ഇവനേക്കാൾ വലിയവനില്ല എന്ന് വിളിച്ചു പറഞ്ഞ യൂഹാനോ മാബ്ദാനയുടെ ജീവിതത്തില് നിരന്തരമായ ഒരു മന്ത്രം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചെടുക്കേണ്ടുന്നത് പ്രിയപ്പെട്ടവരെ. അതിപ്രകാരമാണ്: അവനോ വളരണം, ഞാനോ കുറയണം. അവനോ വളരണം, ഞാനോ കുറയണം. ജീവിതത്തിൽ മറ്റു ചിലരൊക്കെ വളരുവാൻ നമ്മുടെ മനസ്സ് അനുവദിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരുടെ വളർച്ചയിലാണ് നമ്മൾ വളരുന്നത്. യൂഹാനോൻ മാബ്ദാനയുടെ ഈ ധ്യാനം നമ്മുടെ ഹൃദയത്തിലെ ധ്യാനമായി നൊയമ്പ് കാലഘട്ടങ്ങൾ തീരണം. സഹോദര ബന്ധങ്ങളിൽ നിന്റെ സഹോദരൻ എവിടെ? മദർ തെരേസ ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്: എവറി മൊമെന്റ് ഐ കിൽ മൈസെൽഫ് സോ ദാറ്റ് എവറി മൊമെന്റ് ജീസസ് മേ ടേക്ക് ബർത്ത് ഇൻ മൈ ഹാർട്ട്. ഞാൻ ഓരോ നിമിഷവും എന്നെ തന്നെ കൊല്ലുന്നത് കൊണ്ട് ഓരോ നിമിഷവും ക്രിസ്തു എന്നിൽ പുനർജനിക്കുന്നു. ജീവിതത്തിൽ ക്രിസ്തു പുനർജനിക്കുന്ന അനുഭവങ്ങളായി ഈ നൊയമ്പും പെരുന്നാളും നമുക്ക് മാറട്ടെ. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത് അരിഷ്ട മനുഷ്യ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് 3 ചോദ്യങ്ങൾ തമ്പുരാൻ ഈ രാത്രികാലം നമ്മളോട് ചോദിച്ചു. 1, നീ എവിടെ? 2, നീ ചെയ്യുന്നത് എന്ത്? 3, നിന്റെ സഹോദരൻ എവിടെ? പ്രിയമുള്ളവരെ, രണ്ടാമത്തെ മനുഷ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്രിസ്തു എന്ന മനുഷ്യൻ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞുവല്ലോ, റോമാക്കാർക്ക് പരിചയമുള്ള അനുഭവങ്ങളെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ടാണ് പലതും പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നത്. 4 ദിവസം ചീഞ്ഞെളിഞ്ഞ ശവത്തോട് ചേർത്ത് കെട്ടിയ ഒരു മനുഷ്യനെ വഴിയരികിൽ തള്ളുമ്പോൾ അവൻ ടെലേപ്പോറോസ് അരിഷ്ട മനുഷ്യൻ എന്ന് വിളിച്ചു പറയും. പക്ഷേ ഈ അരിഷ്ട മനുഷ്യനെ രക്ഷിക്കുവാൻ റോമാ നിയമപ്രകാരം മറ്റൊരു ക്ലോസ് ഉണ്ട്. എങ്ങനെയാണ് ആ അരിഷ്ട മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നെന്ന് ചോദിക്കുമ്പോൾ, ആ മനുഷ്യൻ അങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോൾ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരുത്തന് അവനോട് സഹതാപം തോന്നിയിട്ട് അവനെ ആ ശവത്തിൽ നിന്ന് അഴിച്ചു മാറ്റി ഈ വഴിയെ പോകുന്ന സന്മനസ്സുള്ള മനുഷ്യൻ ആ ശവത്തോട് ചേർത്ത് കെട്ടപ്പെട്ട് അവിടെ കിടക്കണം. അതായിരുന്നു ക്ലോസ്. ഈ അനുഭവത്തെ
കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ വിളിച്ചു പറയുന്ന പ്രകാരം, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തു ആരാണ് നമുക്ക്? ഇന്ന് തിരുവചനങ്ങളിലും വചനപ്രഘോഷണങ്ങളിലും ആരാധനകളിലുമൊക്കെ ക്രിസ്തു അന്യമായി പോകുമ്പോൾ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടുന്നതാണ് ക്രിസ്തു അനുഭവം. ക്രിസ്തുവാനികൾ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഇന്ന് എടുത്തണിയാൻ കൊള്ളാവുന്നൊരു സാംസ്കാരിക കവചം മാത്രമായി ക്രിസ്തീയത നമുക്ക് മുമ്പിൽ മാറുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് ക്രിസ്തു എനിക്ക് ആരാണ് എന്ന് തിരിച്ചറിയേണ്ടത്. ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയണം. ഈ ലോകത്തിലുടനീളം ഉണ്ടായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലുടനീളം പ്രതിപാദിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ക്രിസ്തുവാണ്. അത് പ്രജാപതിയായി വേദാന്തങ്ങളിലും ഈസാ നബിയായി ഖുറാനിലും ക്രിസ്തുയേശു എന്ന വേദപുസ്തകത്തിലും അങ്ങനെ അനവധി അനുഭവങ്ങളിൽ ക്രിസ്തു രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്മസിന്റെ ദിനം നമ്മളെ കഴിഞ്ഞു പോയല്ലോ. ക്രിസ്മസിന്റെ ശീതരാത്രിയിൽ ക്രിസ്തുവിന്റെ ജനനത്തോട് ചേർന്ന് നിന്നുകൊണ്ടൊരു മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിച്ചു ഇപ്രകാരം, അയ്യോ ദൈവമേ, നീ ശീതരാവിൽ ഇത്ര തണുത്ത അനുഭവത്തിൽ ഈ രാത്രികാലം ഈ മഞ്ഞുമലയിൽ നീ വന്ന് പിറന്നത് എന്തിനാ? ക്രിസ്തുവിനോട് ഉത്തരം പറയുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ മരവിപ്പിന്റെ അനുഭവങ്ങളിൽ നിന്റെ ദൈവം മരവിച്ചവനായി പിറന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാൻ ഞാനിവിടെ പറഞ്ഞു. വീണ്ടും ഈ മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, അയ്യോ സ്വർഗത്തിലെ തമ്പുരാനെ, നീ എന്തിന് ഈ കാലിത്തൊഴുത്തിൽ മൃഗങ്ങളോടൊപ്പം വന്നു പറന്നു? ക്രിസ്തു പറയുകയാണ്, പ്രിയമകനെ, നിന്റെ ജീവിതത്തിലെ മൃഗതുല്യമായ വാസനകൾക്ക് മുമ്പിൽ മാലാഖയുടെ വാസനകളിലേക്ക് നിന്നെ നയിക്കുവാൻ കാലിത്തൊഴുത്ത് നിനക്ക് പ്രതിബിംബമാണ്. വീണ്ടും ഈ മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നു, അല്ലയോ ക്രിസ്തുവേ, നീ രാജകൊട്ടാരത്തിൽ പിറക്കേണ്ടുന്നവൻ, ചരിത്രത്തിലുടനീളം നിന്നെ കുറിച്ച് മശിഹായുടെ കാലഘട്ടമെന്ന് വ്യാഖ്യാനിച്ച രാജാതിരാജൻ എന്തുകൊണ്ട് ഈ കാലിത്തൊഴുത്തിൽ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട അർത്ഥനഗ്നനായി നീ പിറന്നു? ക്രിസ്തു പറയുകയാണ്, നിന്റെ ദാരിദ്ര്യത്തിൽ, നിന്റെ ജീവിതത്തിലെ കുറവുകൾക്ക് മുമ്പിൽ, നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മകൾക്ക് മുമ്പിൽ നിനക്കായി പിറന്ന ലോകരക്ഷകൻ ഇല്ലായ്മയിലായിരുന്നുവെന്ന് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ. പ്രിയമുള്ളവരെ, തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രിസ്തു. അതുകൊണ്ടാണ് പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ വിളിച്ചു പറയുന്നത്, ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് എന്നാ ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടി നടത്തിയ കരം, സൗഖ്യം നൽകിയ കരം, ആണികളാൽ തറയ്ക്കപ്പെട്ട അനുഭവത്തിലേക്ക്. ടെലേപ്പോറോസ് എന്ന് വിളിച്ചു പറയുന്ന മനുഷ്യനെ വഴിയാത്രക്കാരന് രക്ഷിക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ അരിട്ട് അനുഭവങ്ങളിൽ പാപമില്ലാത്തവനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി മാറി. ക്രിസ്തു നമുക്ക് ആരാണ്? ക്രിസ്തു പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കമുള്ള പുത്രത്വത്തിന്റെ അവകാശത്തെ നമുക്ക് നൽകിയവനാണ് ക്രിസ്തു. ആശ്രയിക്കാൻ ആരുമില്ലാത്തപ്പോൾ, മനസ്സ് പങ്കിടാൻ ആരുമില്ലാത്തപ്പോൾ, ഹൃദയം തിരിച്ചറിയുവാൻ കഴിയാത്തവർ കൂടെ ജീവിതത്തിൽ നിൽക്കുമ്പോഴും നിനക്ക് വിശ്വസിച്ച് ആശ്രയിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ക്രിസ്തു. ദേവാലയം എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ശലോമോന് അവസാനത്തിൽ തമ്പുരാൻ കൊടുക്കുന്ന അനുഗ്രഹം ഇപ്രകാരമാണ്, നീ എനിക്ക് വേണ്ടി പണിഞ്ഞ ആലയത്തിൽ എന്റെ 2 കണ്ണും എന്റെ ഹൃദയവും ഇവിടെ ഉണ്ടാകും. ഓരോ ആലയത്തിലേക്കും വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ നനഞ്ഞ കണ്ണുകളെ കാണുന്നുണ്ട്. ആരോടും പങ്കുവെക്കുവാൻ കഴിയാത്ത നമ്മുടെ കലങ്ങിയ ഹൃദയത്തെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം എവിടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ ദൈവസന്നത്തിൽ സമർപ്പിക്കാൻ കഴിയണം. പാപത്തിന്റെ പരിഹാരമായ ക്രിസ്തു,
ജീവിതത്തിൽ എവിടെങ്കിലും ചിലത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പാ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഈ നൊയമ്പിൽ അനുദപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിലേറെ വിശുദ്ധിയോടും പവിത്രതയോടും അനുഗ്രഹത്തോടും കണ്ടിരുന്ന ഒരു കൂദാശയാണ് പാപമോചനത്തിന്റെ കൂദാശയാകുന്ന വിശുദ്ധ കുമ്പസാരം. ഈയിടക്കാലത്ത് ചില തന്ത്രങ്ങളുടെ പേരിൽ, ചില തർക്കങ്ങളുടെ പേരിൽ, ചില കുബുദ്ധികളുടെ അനുഭവങ്ങൾ മൂലം ആ കൂദാശ ബലപ്പെടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടുകയും ചെയ്തു പോയി. എങ്കിലും ആ കൂദാശയുടെ പാപപരിഹാരത്തിന്റെ പിതാക്കന്മാർ ക്രമീകരിച്ച കൂദാശയുടെ ആത്മാംശത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരുപക്ഷെ ഞാൻ എവിടെങ്കിലും ഒക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരിക്കൽ കൂടി ആ സംഭവം ഞാൻ പറയുകയാണ്. ജോയിസ് മേയർ എന്ന് പറയുന്ന ആംഗലേയ പ്രസംഗയെ നമുക്കൊക്കെ പരിചയമുണ്ട്. അവർ പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിലും അവരുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പ്രകാരം പറയുന്നുണ്ട്, എന്റെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തണം, ജനമറിയണം. നിരന്തരമായി ഈ ജോയിസ് മേയറിനെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചതിന്റെ അനുഭവത്തിൽ ആത്മാവിന്റെ യുദ്ധക്കളം എന്ന മലയാള പരിഭാഷയിൽ രേഖപ്പെടുത്തിയ ജോയിസ് മേയറിന്റെ ഒരു പുസ്തകത്തിൽ ഈ സ്ത്രീയുടെ കുമ്പസാര രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു. അതിപ്രകാരമാണ്, ഒരു സ്ത്രീ അവർക്ക് 9 മാസം ഉദരത്തിൽ പേറുമ്പോൾ അവരുടെ ഭർത്താവ് കൺമുമ്പിൽ വെച്ചൊരു ആക്സിഡന്റിൽ മരിക്കുകയായിരുന്നു. അവരുടെ പ്രണയവിവാഹമായിരുന്നത് കൊണ്ട്, മറ്റാര് കുടുംബക്കാരൊക്കെ എതിരായിരുന്നത് കൊണ്ട് ആ സ്ത്രീയെ സഹായിക്കാൻ മറ്റാരുമില്ലായിരുന്നു. ഈ സ്ത്രീ ഓമനത്വമുള്ളൊരു പെങ്കൊച്ചിന് ജന്മം നൽകി. അവൾ ആ കുഞ്ഞിനെ വളർത്തി അധ്വാനിച്ച് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്തു. അവളെ ഒരു ജോലിക്കായി വിദേശത്തേക്ക് അയച്ചു. അവള് പോയി 1.5 വർഷക്കാലം ഈ അമ്മയെ അവള് വിളിക്കുമായിരുന്നു സ്ഥിരമായി. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതാ അതിനുശേഷമുള്ള 6.5 വർഷക്കാലം ഈ പെങ്കൊച്ചിന്റെ യാതൊരു അറിവുമില്ല. അവൾ എവിടാണെന്ന് പോലും അറിയത്തില്ല. ഈ അമ്മ ആ കുഞ്ഞ് വിളിക്കുന്നില്ല. ഒറ്റപ്പെട്ട ഏകാന്തതയുടെ അനുഭവങ്ങളിൽ ജീവിതത്തിലെ ചില പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണല്ലോ നമ്മൾ തളർന്നു പോകുന്നത്. ഈ അമ്മയും തളർന്നുപോയി. ജീവിതത്തിൽ തളർന്ന അനുഭവങ്ങളിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ പിന്നീട് ഒരു മനുഷ്യന്റെ ഇച്ഛയിലേക്ക് കടന്നുകൂടുന്നത് ആത്മഹത്യയാണ്. ഈ അമ്മയിലേക്കും ആ ചിന്ത കടന്നുകൂടി. ഒരു ദിവസം ഈ അമ്മ വിശക്കുപ്പിയെടുത്ത് കയ്യിൽ വെച്ച കഴിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ അവരുടെ ചെവിയിൽ എന്തോ ആരോ മന്ത്രിക്കുന്നു, ദേവാലയത്തിലേക്ക് ഒന്ന് പോയാലോ. ഈ അമ്മ ഓടി ദേവാലയത്തിലേക്ക് പോയി. അച്ഛനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അച്ഛാ, ഇന്ന് 6.5 വർഷക്കാലമായി അവളെ കുറിച്ചൊരു അറിവുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് ഇത്രത്തോളം ഞാൻ വളർത്തി. എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിനി മരിച്ചാൽ മതി. അച്ഛൻ പറഞ്ഞു, ഒരു കുമ്പസാരം നടത്തുവാൻ. ഈ അമ്മ കുമ്പസാരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോയി. യാതൊരു വിധമാകുന്ന ഫലവുമില്ല. അവർക്ക് വീണ്ടും വല്ലാത്ത വേദന. 2 ആഴ്ചക്കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മരിക്കണമെന്ന അനുഭവം അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോഴും ഒരു വല്ലാതെ കണ്ട് 2 ആഴ്ചത്തെ ആശ്വാസം പകർന്നത് ദൈവസന്നിധിയാണല്ലോ എന്ന് കരുതി അവർ വീണ്ടും ദേവാലയത്തിൽ ചെന്നു. വൈദികനോട് വിവരം പറഞ്ഞു. വൈദികൻ ചോദിച്ചു, സത്യകുമ്പസാരമാണോ നടത്തിയത്? ആണ് അച്ഛാ, സത്യകുമ്പസാരമാണ് നടത്തിയത്. അച്ഛൻ പറഞ്ഞു, ഒന്നുകൂടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച കുമ്പസാരിക്കാൻ പറഞ്ഞു. ഈ സ്ത്രീ എവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. വൈദികന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കുമ്പസാരിച്ചു. അന്ന് വരെ അവിടെ ജീവിതത്തിൽ അത് പാപമായിരുന്നെന്നോ മ്ലേച്ഛമായിരുന്നെന്നോ തെറ്റായിരുന്നെന്നോ എന്ന ചിന്തയില്ലാതിരുന്നൊരു പാപം പരിശുദ്ധാത്മാവിനാൽ ഈ സ്ത്രീ വൈദികന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. ജോയിസ് മേയർ രേഖപ്പെടുത്തുകയാണ്, അത് മറ്റൊന്നുമല്ല, അവരുടെ പ്രണയവിവാഹമായിരുന്നുവല്ലോ. വിവാഹത്തിന് മുമ്പാണ് ഈ കുഞ്ഞാ സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത്. ഇന്നേറെ പ്രണയവിവാഹങ്ങൾ നടക്കുന്ന കാലഘട്ടം. അഭിമന്യ സക്രിയാമാർ അന്തോണിയോസ് തിരുമനസിനോടൊപ്പം ശുശ്രൂഷയുടെ അനുഭവങ്ങളിലായിരുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലെ പല പ്രണയവിവാഹങ്ങൾക്കും സമ്മതം കൊടുക്കുന്ന ചില അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഈ കൊച്ചുങ്ങളെ വിളിച്ച് ചിലതൊക്കെ ചോദിക്കുമ്പോൾ കാരണവന്മാർ പറയുന്നതും സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട്. കാരണവന്മാർ സമ്മതിച്ചല്ലോ, പിന്നെന്താണ് ഈ പ്രായം ചെന്ന മെത്രാസന കൊച്ചുങ്ങളോട് ചോദിക്കുവാനുള്ളത്? പക്ഷേ പ്രിയമുള്ളവരെ, കൗതാശികമാകുന്ന അനുഭവങ്ങളുടെ തീവ്രതയും പരിശുദ്ധാത്മാവിനാൽ ഇറങ്ങി ആവസിക്കുന്ന സ്വർഗത്തിന്റെ അത്ഭുതങ്ങളും തിരിച്ചറിയാവുന്ന പിതാവ് ചിലത് പറയും. അങ്ങനെ ഉദരത്തിൽ പേറുന്ന ഒരു പെങ്കൊച്ചിന് ഒരു ചെറുക്കന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആരെയൊക്കെയാ കെട്ടിച്ചു കൊടുക്കുന്നത്? ആ
പെങ്കുച്ചിനെ മാത്രമല്ല, ഉദരത്തിലുള്ള കുഞ്ഞിനെ കൂടിയാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് തന്റെ മക്കളെ തിരിച്ചറിയാത്ത അപ്പന്മാരുടെ കാലഘട്ടം ഏറെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ കുഞ്ഞു യൗവനക്കാരെത്തി, നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ആ അനുഭവങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരുപക്ഷെ ശരിയുമായിരിക്കാം നിങ്ങളുടെ ചിന്താഗതിയിൽ. പക്ഷേ വഴിപിടച്ചു പോകുവാൻ എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞു സഹോദരിമാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇത് ഈ കരുതിക്കൊള്ളുവാൻ, കുറിയിട്ടുകൊള്ളുവാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ആ സ്ത്രീ കുമ്പസാരിച്ച് തന്റെ ഭവനത്തിലേക്ക് പോയി. ഒരാഴ്ചക്കാലം കഴിയുമ്പോൾ അതിസന്തോഷത്തോടെ ദേവാലയത്തിന്റെ പടി സ്ത്രീ ചവിട്ടിക്കേറുകയാണ്. കൂടെ ഒപ്പം ചവിട്ടാൻ 2 കാലുകൾ കൂടിയുണ്ട്. 6.5 വർഷക്കാലം അമ്മയെ വേണ്ട എന്ന് പറഞ്ഞ് അമ്മയോടൊത്തിന് ജീവിക്കേണ്ട, അമ്മയെ കുറിച്ച് യാതൊരു അറിവും വേണ്ട എന്നുള്ള ചിന്താഗതിയിൽ ജീവിച്ച അമ്മ നൊമ്പരപ്പെട്ട് കരഞ്ഞ ഈ പെൺകുട്ടിയുമായിട്ടാണ് ഈ അമ്മ ദേവാലയത്തിന്റെ പടി കയറുന്നത്. വൈദികന് മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. പറഞ്ഞു, ബാക്കിയൊക്കെ അവള് പറയും. അവള് പറഞ്ഞു, ഞാൻ 1.5 വർഷക്കാലം എന്റെ അമ്മയാണ് എന്നെ വളർത്തിയത്, വലുതാക്കിയത്, ബോധ്യമുണ്ട്. 1.5 വർഷക്കാലം അമ്മയെ വിളിക്കുമായിരുന്നു. എനിക്ക് നല്ല ജോലി കിട്ടി, എനിക്ക് നല്ല സാമ്പത്തിക അനുഭവം ഉണ്ടായി, എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായി, അവൻ എന്നെ വഞ്ചിച്ചു. പക്ഷേ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ലോകത്തിന്റെ അനുഭവങ്ങളും ഭ്രമങ്ങളിലുമായി സമ്പത്ത് മാത്രം, സുഖം മാത്രം എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വഴിപിഴച്ചു പോയ അനുഭവങ്ങളിൽ ജീവിച്ചു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത നൊമ്പരം. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്റെ ജീവിതം തളർന്നു പോയി, എന്റെ ജീവിതം തകർന്നു പോയി. എനിക്ക് എന്റെ അമ്മയെ കാണണം. അങ്ങനെ ഞാൻ എന്റെ സുബോധ അനുഭവങ്ങളിൽ എന്റെ അമ്മയെ കാണുവാൻ ഞാൻ മടങ്ങി വന്നതാണ് അച്ഛാ. ഇനി എന്റെ അമ്മയില്ലാതെ, വിശുദ്ധിയുടെ ഒരു ജീവിതമല്ലാതെ എനിക്ക് ഇല്ല എന്ന് ഈ പ്രിയപ്പെട്ട പെങ്കൊച്ച വൈദികന് മുമ്പിൽ സാക്ഷിക്കുന്നത് ജോയ്സ് മേയർ രേഖപ്പെടുത്തുമ്പോൾ അത് വായിച്ചു തീർന്നപ്പോൾ എന്റെ കണ്ണുകൾ നിറയുകയും എന്റെ ഹൃദയത്തിൽ മറ്റൊരു ചിന്ത അദൃശ്യമായി ഉണ്ടാകുകയും ചെയ്തു. യോശുവ പ്രവാചകന് പ്രകാരം യോർദാൻ നദി പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്നു, ഇസ്രായേലേ, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. എവിടെങ്കിലുമൊക്കെ കെട്ടുകൾ കിടപ്പുണ്ടെങ്കിൽ, ബന്ധനങ്ങളുണ്ടെങ്കിൽ, ചില സാഹചര്യങ്ങളൊക്കെ എത്ര പ്രതീക്ഷിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും നേടുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഏതെങ്കിലും ഒരു പാപം എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതുണ്ടോ? ദൈവമേ, ഈ നൊയമ്പ് എന്റെ രഹസ്യ പാപങ്ങളെ പൊറുക്കുവാൻ, എന്നെ തന്നെ വിശുദ്ധിയോടെ സമർപ്പിപ്പാൻ എനിക്കിടയാകണമേ എന്ന് നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:43 പ്രകാരം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപവിമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതാണ് ക്രിസ്തു. ദൈവസന്നിധിയിൽ വിധേയപ്പെടുമ്പോൾ പിന്നീട് എന്ത് ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ, ലോകത്തിൽ ആരും ഇന്നുവരെയും വാഗ്ദാനം ചെയ്തിട്ടില്ലാത്ത നിത്യജീവനെ, മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മൾ വഴി നടത്തുന്നവനാണ് ആര്? ക്രിസ്തു. ലാസറിന്റെ കല്ലറയിൽ ചീഞ്ഞു നാറിയ ലാസറിന്റെ 4 ദിവസമായ ശരീരം അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് കല്ലറയുടെ വാതിൽ തുറക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ജനം പറഞ്ഞു, അയ്യോ ഗുരു, അരുത്, നാറ്റം വെച്ചിരിക്കുന്നു. ഗുരു പറഞ്ഞു, കല്ലറയുടെ വാതിൽ മാറ്റുക. അവിടെ നിന്ന് ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. ജീർണിച്ച് മണ്ണോട് ചേരുവാൻ ഒരുക്കമായി അഴുകിപ്പോയ ലാസറിന്റെ ശരീരത്തിൽ ആത്മലോകത്തേക്ക് നോക്കി ക്രിസ്തു വിളിച്ചുകൊണ്ട് ആത്മാവിനെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ച് ലാസറിനെ ഉയർപ്പിച്ചു. ക്രിസ്തു കാണിച്ചു തന്നു, പുനരുത്ഥാനത്തിന്റെ ഒരു നാളുണ്ട്. അതിനപ്പുറം എന്റെ ജീവിതത്തിൽ നാറ്റം വെച്ച ചില അനുഭവങ്ങൾ കാണാം. സമൂഹം ചൊല്ലിപ്പഴിക്കുന്ന ചില അറിയാതെ പറ്റിപ്പോയ തെറ്റുകളുടെ പാപഭാരങ്ങൾ കാണാം. നാറ്റം വെച്ചുപോയ എന്റെ ജീവിതത്തിലെ എത്ര ജീർണാവസ്ഥയിലും
എന്നെ മാറ്റുവാൻ കഴിയുന്നൊരു ക്രിസ്തു നമുക്ക് മുമ്പിലുണ്ട്. ക്രിസ്തു ഒരുപക്ഷെ അവിടെ നിന്നുകൊണ്ട് മരിച്ചവനെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആത്മലോകത്തിലുള്ള മുഴുവൻ പേരും ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റേനെ. വളരെ വ്യക്തതയോടെ ക്രിസ്തു പറയുകയാണ്, ലാസറേ പുറത്തു വരിക. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പേർ ചൊല്ലി വിളിക്കുന്നൊരു ക്രിസ്തുവുണ്ട്. ക്രിസ്തു നമ്മളെ കാണണം. നമുക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവിന് നമ്മെ അറിയാം. ഇതായിരിക്കട്ടെ ഈ നൊയമ്പിൽ നമ്മുടെ ചിന്ത. ക്രിസ്തുവിനോടുള്ള ആത്മബന്ധം, ക്രിസ്തു എന്ന നാമത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു ദേവാലയത്തിലെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ അല്ലാതെ കണ്ട് പൈശാചികമാകുന്ന ഒരു അനുഭവത്തിലായ ഒരു സ്ത്രീ ഒരു വല്ലാതെ വിഭ്രാന്തി കൊണ്ടുകൊണ്ട് പലതും പുലമ്പുകയാണ്. അവിടെ ചെന്ന് തലയെ കൈവച്ചു. ആ സ്ത്രീ നിലത്തു വീണു. പക്ഷേ അവരുടെ കഴുത്തും അവരുടെ കാലും അത് രണ്ടും ഇങ്ങനെ പൊക്കി ഒരു വല്ലാത്ത രീതിയിൽ അവിടെ കിടന്ന് വിഭ്രാന്തി കാണിക്കുകയാണ്. ആ ഭർത്താവിനും മക്കൾക്ക് പോലും അറിയാൻ വയ്യാത്ത പലതും ഈ സ്ത്രീ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് അവരുടെ കുടുംബത്തെ കുറിച്ച്. ഞാനും അല്പം ഭയപ്പെട്ടു. എന്നോടൊപ്പം മറ്റൊരു ആളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ടായാലും ഇച്ചിരി വെള്ളമൊക്കെ തെളിച്ചു, പ്രാർത്ഥിച്ചു. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്നപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയ പാട്ടും ഞാൻ ചൊല്ലിയ പാട്ടും ഇതാണ്: ശ്രീയേശുനാമം അതിശയനാമം, ഏറെനിക്കുംബനാമം, ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. പ്രിയമുള്ളവരെ, ഇത് പാടുകയും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യന്റെ കൈ കയറി മുറുകെ പിടിക്കുകയും ചെയ്തു. പാട്ട് നിർത്തിയില്ല, പാടി പ്രാർത്ഥിച്ചു. ആ സ്ത്രീ ശാന്തമായി. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ പോകുമ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ എന്തിനാ എൻ്റെ കയ്യെ കയറി അങ്ങനെ മുറുക്കി പിടിച്ചത്? ഈ മനുഷ്യൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമം പാടി ഭൂതബാധിതർക്കും നാനാജാതിക്കാർക്കും മോചനം കൊടുക്കുന്ന നാമം ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു വല്ലാത്ത അദൃശ്യമായ സംഭവം എന്നെ തട്ടിപ്പോകുന്നതും ആ സ്ത്രീ ശാന്തമാകുന്നതും കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി അച്ഛനെ പിടിച്ചതാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ശക്തി, ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി. ദാവീദ് എന്ന് പറയും നാട്ടിടയനാകുന്ന മനുഷ്യൻ ഗോലിയാത്ത് എന്ന വലിയ മല്ലന് മുമ്പിൽ വിളിച്ചു പറയുന്നു, നീയോ ഗോലിയാത്തെ വാളും വേലും കുന്തവുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ ജനതയുടെ ദൈവമാകുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് ഞാൻ വരുന്നു. ക്രിസ്തുവിന്റെ നാമം, ദൈവനാമം, തൃത്വമുദ്രയാൽ ദൈവനാമത്താൽ മുദ്രിതമായ ക്രിസ്തീയ വിശ്വാസി, നീ പേടിക്കേണ്ടുന്ന കാര്യമില്ല. നിന്റെ ജീവിതത്തിലെ പ്രതികൂലതകളിൽ, പൈശാചിക അനുഭവങ്ങളിൽ ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നുണ്ട്, ഈ പ്രതികൂലതകളൊക്കെ നമ്മൾ ഇറക്കി വെക്കുമ്പോഴും ഇപ്രകാരം വിളിച്ചു പറയണം: പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. മോശ ഇസ്രായേൽ ജനതയെ പ്രതികൂലതകളുടെ അനുഭവങ്ങളിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ മോശ വന്ന് നിൽക്കും, ഇസ്രായേലും നിൽക്കും. പ്രതിസന്ധിയായിപ്പോയി. 10 കമൻമെന്റ്സ് എന്ന് പറയുന്ന ആംഗ്ലേയ ചിത്രത്തിൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ മോശയോട് ചോദിക്കുകയാണ്, മോശെ, നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതോ? ഇനി ഞങ്ങൾ എങ്ങോട്ട് നടക്കണം? ഈ ചെങ്കടലിലേക്കോ അതോ ചുഴലിക്കാറ്റ് പോലെ പറന്നു വരുന്ന ഫറവോന്റെ സൈന്യത്തിന് മുമ്പിലേക്കോ? മോശ അവിടെ കൊടുക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: ഈ ചെങ്കടലിലേക്കുമല്ല, ചുഴലിക്കാറ്റ് പോലെ വരുന്ന ഫറവോന്റെ കയ്യിലേക്കുമല്ല, നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നടക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ കാലഘട്ടം നമുക്ക് നടക്കാം. ഇനിയും ഈ കുറവ് പിടിച്ച ജീവിതത്തിൽ ഞാൻ എങ്ങനെ, ഇനിയും എന്റെ കടത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെ, ഇനിയും എന്റെ ജീവിതത്തിൽ ശരിയാവാത്ത ഈ ബന്ധത്തിൽ എങ്ങനെ തുടരും? ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മോശ പറഞ്ഞതുപോലെ വെച്ചു കൊടുക്കുവാൻ നിനക്ക് സാധിക്കും. മോശ ആദ്യം ഇറങ്ങി, മോശയുടെ പാദത്തോളം വെള്ളം, വീണ്ടും ഇറങ്ങി മുട്ടോളം വെള്ളം, വീണ്ടും ഇറങ്ങി അരയോളം വെള്ളം, വീണ്ടും ഇറങ്ങി നെഞ്ചോട്, വീണ്ടും ഇറങ്ങി മോശയോട് മൂക്കിനോളം വെള്ളമെത്തി ശ്വാസം മുട്ടുമ്പോഴാണ് തമ്പുരാൻ പറയുന്നത്, മോശേ വടിയെടുത്ത് അടിച്ചുകൊള്ളുക, ചെങ്കടൽ ഭാഗിക്കുമെന്ന്. പിതാക്കന്മാർ തൗറാത്തുകളിൽ പഠിപ്പിക്കുന്നത് അപ്രകാരമാണ്. മോശ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനത ചെങ്കടലിൽ ഒരു പക്ഷേ പെട്ടുപോയേനെ.
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുവാൻ. മോശയെ പോലെ നിയോഗം പേറുന്ന കുടുംബത്തിന്റെ നാഥേ, നിനക്ക് ദൈവകരങ്ങളിലേക്ക് ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിന്നെ വെച്ചു കൊടുക്കുവാൻ, നിന്റെ തലമുറകളെ വെച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? ക്രിസ്തുവുണ്ട് എന്ന ബോധ്യത്തോടെ ആ വിഷയം വിടുകയാണ്. മൂന്നാമത്തെ മനുഷ്യൻ ഇപ്രകാരമാണ്, ക്രിസ്തുയേശുവിലുള്ള മനുഷ്യൻ. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തുയേശുവിലുള്ള മനുഷ്യൻ. പൗലോസ്ലീഹ ഇപ്രകാരം പറയുകയാണ്, അതുകൊണ്ട് ഇതുമുതൽ ക്രിസ്തുയേശുവിലുള്ള ഒരു മനുഷ്യനും യാതൊരു ശിക്ഷാവിധിയുമില്ല. എന്താണ് ക്രിസ്തുയേശുവിലുള്ള മനുഷ്യൻ? ഒരു നിരീശ്വരവാദി ഇപ്രകാരം ഭയങ്കരമായി ദൈവമില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. വളരെ പെട്ടെന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ നിന്നുകൊണ്ടൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ഒരു വാക്ക് സംസാരിക്കണം. ഈ നിരീശ്വരവാദിയായ പ്രസംഗകന് വല്ലാത്ത അമർഷവും ദേഷ്യവും തോന്നി. കാരണം തന്റെ വേദി നഷ്ടപ്പെടുത്തുകയും തന്റെ സമയം കളയുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെ വേദി കൊടുക്കും? എന്നാലും ഇത്രയും ജനത്തിനു മുമ്പിൽ ഒരു വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവമില്ലെന്ന് വരുത്തി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഈ നിരീശ്വരവാദിയുടെ ശ്രമം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരന് വേദി കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തെ ഭരിച്ചിട്ട് അദ്ദേഹം ഈ ചെറുപ്പക്കാരനെ വിളിക്കും. ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ വേദിയിൽ വന്ന് നിന്ന് അവന്റെ പോക്കറ്റിൽ കിടന്നൊരു ഓറഞ്ച് എടുത്ത് ഇങ്ങനെ വളരെ സാവകാശം പൊളിച്ച് ഓരോ അല്ലിയും അവൻ നുണഞ്ഞു കഴിക്കുക. ഈ നിരീശ്വരവാദിയായ പ്രസംഗകന് വല്ലാതെ കണ്ട് അമർഷം തോന്നി. എങ്കിലും ആ വേദിയെ മനസ്സിലാക്കി അദ്ദേഹം ശാന്തമായി നിന്നു. ഈ ഓറഞ്ച് മുഴുവനും കഴിച്ചു തീർന്നതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ ആ മനുഷ്യനോട്, പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രിയ സുഹൃത്തെ, ഞാൻ കഴിച്ച ഓറഞ്ച് മധുരമായിരുന്നോ പുളിയായിരുന്നു? ഞാൻ കഴിച്ച ഓറഞ്ച് മധുരമായിരുന്നോ പുളിയായിരുന്നു? ഇയാള് പറഞ്ഞിട്ടു, മനുഷ്യ നീ എന്തൊരു പൊട്ടൻ, നീ കഴിച്ച ഓറഞ്ചിന് മധുരമായിരുന്നോ രുചിയായിരുന്നോ എന്ന് നിനക്കല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഇതുതന്നെയാണ് ദൈവബന്ധം. ദൈവത്തെ രുചിച്ചറിഞ്ഞവന് മാത്രമേ ദൈവമുണ്ട്, ദൈവിക വഴിയെ തിരിച്ചറിയുവാൻ സാധിക്കൂ. അതുകൊണ്ട് വേദപുസ്തകം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെ രുചിച്ച് അറിവീൻ, അവൻ നല്ലവനെന്ന് രുചിച്ച് അറിയുവീൻ. യഹൂദന്മാരുടെ പഠിപ്പിക്കലുകളിൽ ഒരു മനുഷ്യന്റെ രണ്ട് വ്യത്യസ്ത സ്വഭാവത്തെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, എസ്റ്റർ ഹാറ്റോബ് എന്ന പദമാണ് അവർ ഉപയോഗിക്കുന്നത്, നല്ല ചേതനയാലുള്ള നല്ല സ്വഭാവം. രണ്ട്, എസ്റ്റർ ഹാര, അത് ചീത്ത ചേതനയാലുള്ള ചീത്ത സ്വഭാവം. ഇത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മാവിൽ നടക്കുന്ന മനുഷ്യനും ജഡത്തിൽ നടക്കുന്ന മനുഷ്യനും. എന്നാൽ ആത്മാവിൽ നടക്കുന്ന മനുഷ്യനാണ് ക്രിസ്തയേശുവിലുള്ള മനുഷ്യൻ. ക്രിസ്തയേശുവിലുള്ള മനുഷ്യന്റെ പ്രത്യേകതകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതെന്താണ് എന്ന് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കി ക്രിസ്തയേശുവിലുള്ള മനുഷ്യരായി ദൈവകരങ്ങളിൽ ഉപകരണങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ് 16-ാം അധ്യായം. അതിലെ 3 സംഭവങ്ങളിൽ അവസാനത്തെ സംഭവം പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടിച്ച് കാരാഗ്രഹത്തിൽ ആമത്തിൽ അവരുടെ കൈകാലുകളെ തടയ്ക്കുന്ന അനുഭവമുണ്ട്. ഫിലിപ്പിയയിലേക്ക് പൗലോസും ശീലാസും ആത്മാവിൽ നയിക്കപ്പെട്ടു പോകുന്നവരാണ്. അവിടുത്തെ സംഭവവുമായി ബന്ധപ്പെട്ട ക്രിസ്തുയേശുവിലുള്ള മനുഷ്യർ ആര് എന്ന് ചിന്തിക്കുമ്പോൾ, ഒന്നാമത് ബന്ധനങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ക്രിസ്തുയേശുവിലുള്ള മനുഷ്യർ. അപ്പോസ്തല പ്രവൃത്തി 16:25 അവരുടെ കൈകാലുകൾ ആമത്തിലിട്ട് അടിച്ച് വീങ്ങിയ ശരീരം വല്ലാതെ കണ്ട രാത്രി വേദനിക്കുന്നെങ്കിലും അവര് ബന്ധനങ്ങളിലും ആരെ സ്തുതിച്ചു? ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധനങ്ങളിൽ, പ്രതികൂലതകളിൽ നമ്മൾ പിറുപിറുപ്പ് നടത്താതെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിലുള്ള മനുഷ്യരാണ് നമ്മൾ. രണ്ടാമതായി, സ്വയരക്ഷയിലും അന്യന്റെ രക്ഷയെ കരുതുന്നവർ. കാരാഗ്രഹത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഇടിവെട്ടി അവരുടെ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി അവരുടെ കൈകാലുകൾ ആമത്തിൽ നിന്ന് വിടുർത്തപ്പെട്ടു. ഇത് കണ്ടിട്ട് കാരാഗ്രഹ പ്രമാണി വല്ലാതെ തന്റെ കയ്യിലിരുന്ന വാളൂരി സ്വയമായി ആത്മഹൂതി ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പൗലോസ് വിളിച്ചു പറയാം, അരുത്, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നിനക്കൊരു ദ്രോഹവും നീ വരുത്തരുത്. സ്വയരക്ഷയിലും അന്യന്റെ രക്ഷയെ കരുതുന്നവനാണ്
ക്രിസ്തുയേശുവിലുള്ള മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ, ഈ തലങ്ങളിൽ സ്വന്തം രക്ഷയാണോ നമുക്ക് വലുത്, അന്യന്റെ രക്ഷയാണോ നമുക്ക് വലുത്? ഈ നൊയമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് അന്യന്റെ രക്ഷയ്ക്കായി നമ്മളെ സമർപ്പിക്കണമെന്ന്. ക്രിസ്തു പറയുന്നു, സ്വന്തം ജീവനെ കൊടുക്കുന്നതിൽ കാൾ വലിയ സ്നേഹമില്ല. ജീവിതത്തിൽ സ്വയരക്ഷയേക്കാൾ അന്യന്റെ രക്ഷയ്ക്കായി നമുക്ക് ജീവിക്കാം ക്രിസ്തുവിനെ പോലെ. മൂന്നാമതായി, ക്രിസ്തു സാക്ഷ്യത്തിന്റെ മാതൃകയാണ് ക്രിസ്തുയേശുവിലുള്ള മനുഷ്യന്റെ പ്രത്യേകത. കാരണം തടവുകാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകം മുഴുവനും ക്രിസ്തീയ വിശ്വാസിയെ വീക്ഷിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നിത്യജീവന്റെ അനുഭവങ്ങളും അത്ഭുതങ്ങളുടെ കാലങ്ങളുമൊക്കെ നമുക്ക് മുമ്പിൽ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതക്രമത്തെ സമൂഹം വീക്ഷിക്കും. ആ ജീവിതക്രമത്തിന് അനുയോജ്യമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് ക്രിസ്തു സാക്ഷ്യത്തിന്റെ മാതൃക എന്ന് ചോദിക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, ത്യാഗത്തിന്റെ അനുഭവങ്ങളിലും ക്രിസ്തു സ്നേഹിക്കുന്നുവെന്ന, ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് എന്റേതെന്ന വലിയ ബോധ്യമാണ്. കുടുംബ ജീവിതങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ നാം പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ വന്നു ചേരുമ്പോഴും, ജീവിതത്തിൽ ചില വേർപാടുകൾ ഉണ്ടാകുമ്പോഴും, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോഴും, പ്രിയമുള്ളവരെ, സാക്ഷ്യത്തിന്റെ അനുഭവം എന്ത് എന്ന് ചോദിക്കുമ്പോൾ സാധു കൊച്ചുഞ്ഞു ഉപദേശി നമുക്കേറെ പ്രിയങ്കരനാണല്ലോ. തന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും സമ്പാദിച്ചില്ല, പക്ഷേ തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി പാടി നടന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും വല്ലാതെ കണ്ട് ഒരാത്മശക്തിയും ചൈതന്യവും ഉണരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സമൂഹം അദ്ദേഹത്തെ അത്തരത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും ആക്ഷേപിച്ചിട്ടുണ്ട്. അതാ അവസാനം സ്വന്തം സമ്പാദ്യമെന്ന് താൻ കരുതിയ തന്റെ മകൻ പോലും മരണപ്പെടുമ്പോൾ, ഒരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ മകൻ മരണപ്പെടുന്ന ഒരനുഭവം നമുക്ക് താങ്ങാകുന്നതിലും എത്രയോ അപ്പുറമാണ്. ആ നൊമ്പരത്തിന്റെ അനുഭവത്തിലും സാധു കൊച്ചു കുഞ്ഞുപദേശി ഇപ്രകാരം പാടുകയാണ്: ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ചില വേർപാടുകൾ നമ്മളെ അലട്ടുന്നുണ്ടാകാം. ചില ശൂന്യതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടാകാം. ചില നഷ്ടബോധങ്ങൾ, ചില കുറവുകൾ, പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ വന്ന് സംഭവിച്ചു പോയ ചില അനർത്ഥങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് പാടുവാൻ സാധിക്കട്ടെ: ദോഷമായിട്ടൊന്നും അവൻ എന്നോട് ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അതാണ് ക്രിസ്തുയേശുവിലുള്ള മനുഷ്യൻ. അതുകൊണ്ട് ഈ നൊയമ്പ് കാലം അവസാനം പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ 1 തീമോഥെയോസ് 6:11 ഇപ്രകാരം പറയുന്നു: നീയോ ദൈവത്തിന്റെ മനുഷ്യനായവനെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, കൂട്ടായ്മ, സൗമ്യത എന്നിവ പിന്തുടരുക. 3 മനുഷ്യരെ നമ്മൾ പരിചയപ്പെട്ടു. 1, അരിഷ്ടനായ മനുഷ്യൻ. നമ്മുടെ അരിഷ്ടതയെ നമുക്ക് ഓർത്തെടുക്കാം. 2, അരിഷ്ടതകളിലും നമ്മളെ രക്ഷിക്കുവാൻ വന്നു ചേർന്ന ക്രിസ്തുവെന്ന ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ലോകത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുയേശു. 3, അവനിലൂടെ ക്രിസ്തുഭാവം പേറിയ ക്രിസ്തു മനുഷ്യരായി നമുക്ക് തീരാം. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ക്രിസ്തുഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധനാകുന്ന മാറോബോ ഈ ദേശത്ത് വരുമ്പോൾ അദ്ദേഹത്തിലെ ക്രിസ്തുഭാവമാണ് ഈ ദേശം അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ ക്രിസ്തുഭാവങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തുവാൻ, മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാൻ നമ്മളെ ക്രിസ്തുയേശുവിലുള്ള മക്കളാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ നിർത്തുന്ന ദൈവം തമ്പുരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.